ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും 2026 വിഷു ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്ന് കൊല്ലവർഷം 1201 മേടമാസം 2-ാം തീയതി 2026 ഏപ്രിൽ 15 ബുധനാഴ്ച. എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ 14 മേടം 1-നാണ് വിഷു വരുന്നതെങ്കിൽ ഈ വർഷം അത് മേടം 2-ലേക്ക് വന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും വിഷുവിന്റെ സ്വാഭാവികമായ മറ്റു ചില സവിശേഷതകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം എന്ന് കരുതുകയാണ്. വിഷു എന്ന വാക്കിന് വിഷു, വിഷുവം, വിഷുവത്ത് എന്നെല്ലാം പറയുന്നത് ഒരേ അർത്ഥമാണ്. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം. ഈ വിഷു എന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള വളരെ അസുലഭമായ ഒരു സുമുഹൂർത്തത്തിന്റെ പുണ്യദിനമാണത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ കാർഷിക വിഭവങ്ങൾ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ തങ്ങൾക്ക് ഇതിനേക്കാൾ സമൃദ്ധമായ വിളവുണ്ടാകണേ എന്ന് കർഷകർ പ്രാർത്ഥിക്കുന്ന ദിവസം. മുതിർന്നവർ പ്രായം കുറഞ്ഞ ആളുകൾക്ക് വിഷുക്കൈ നീട്ടം നൽകിയിട്ട് കൂടുതൽ കൂടുതൽ സമ്പൽ സമൃദ്ധിയിലേക്ക് അവരെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം. അപ്പൊ ഇങ്ങനെയുള്ള ഈ വിഷു എന്ന് പറയുന്നത് സൂര്യന്റെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രധാനമായി വർഷത്തിൽ 2 പ്രാവശ്യം 2 തവണ ഈ വിഷു വരുന്നുണ്ട്. ഉത്തരായന കാലത്തും ദക്ഷിണായന കാലത്തും. ഈ അയനം എന്ന വാക്കിന് യാത്ര, സഞ്ചാരം എന്നൊക്കെയാണ് അർത്ഥം. ഭൂമിയുടെ ഉത്തര ഭാഗത്ത്, വടക്ക് ഭാഗത്തു കൂടി സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതായി കാണപ്പെടുന്ന 6 മാസക്കാലം, മകരമാസം മുതൽ മിഥുനമാസം വരെയുള്ള കാലമാണ് ഉത്തരായന കാലം. ഏറ്റവും സവിശേഷമായ കാലമാണ് ഉത്തരായന കാലം. ആ കാലത്താണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൂജകൾ, ഉത്സവങ്ങൾ, അതുപോലെ വിഗ്രഹ പ്രതിഷ്ഠകളൊക്കെ നടത്തുന്നത്. ഈ ഉത്തരായന കാലത്തിന്റെ ഏറ്റവും മധ്യമായ കാലം, മധ്യമായ സമയം, അതായത് മീനം അവസാനിച്ച് മീനം തീർന്ന് മേടം തുടങ്ങുന്ന സമയം, അതാണ് വിഷു സംക്രമം. സൂര്യൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് കടക്കുന്ന സമയം. ഇത് ഈ വർഷം ഏപ്രിൽ 14 മേടം 1-ന് സൂര്യൻ എന്റെ വിഷു സംക്രമം, അതായത് മീനത്തിൽ നിന്നും മേടത്തിലേക്ക് സൂര്യൻ സംക്രമിച്ചത് കൃത്യം രാവിലെ 9:32 അപ്പോ കണി ഒരുക്കുന്നതിനും കണിക്കാഴ്ച കാണുന്നതും സാധാരണ ബ്രാഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് മുമ്പായിരിക്കണം. അപ്പൊ അതിനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഏപ്രിൽ 14 ഉദയത്തിന് ശേഷമാണ് ഈ വിഷു വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വിഷു ദർശനം, വിഷു കണി ഒരുക്കൽ എല്ലാം അങ്ങനെ മെയ് 2-ലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ മെയ് 2-ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ വെളുപ്പിന് 4:30 മുതൽ 6 വരെയുള്ള സമയമാണ് വിഷുക്കണി ദർശനമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ദർശനത്തിന്റെ പുണ്യം, സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഈ പുണ്യമായ സവിശേഷതകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ വിഷുവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില ഐതിഹ്യങ്ങളും അതിന്റെ വസ്തുതകളും നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. പ്രധാനമായും ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച കാര്യമാണ് പ്രധാനമായി പറയുന്നത്. അതിന്റെ സന്തോഷസൂചകമായി നടത്തുന്നു എന്നുള്ളതാണ്. നരകൻ എന്ന അസുരനെ ഭൂമിദേവിക്ക് ഗർഭം ധരിക്കേണ്ടി വന്നു. അതൊരു പ്രത്യേക സന്ദർഭത്തിൽ നടന്ന ഒരു കാര്യമാണ്. ഈ അസുരൻ ഗർഭത്തിലിരിക്കുമ്പോഴും പുറത്തു വരുമ്പോഴും ഭൂമിദേവിക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരം കാരണം ഭൂമി സഹികെട്ടു. പുറത്തു വന്നതിനു ശേഷം സജ്ജനങ്ങളെയും മറ്റെല്ലാ ആളുകളെയും ഭൂമിയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് അവന്റെ പ്രവർത്തനം വളർന്നു കഴിഞ്ഞു. ഒടുവിൽ ഭൂമിദേവി തന്നെ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവന്റെ ഈ അഹങ്കാരം ശമിപ്പിക്കണം എന്ന്. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ സത്യഭാമാ സമേതനായി വന്ന് നരകാസുരനെ വധിച്ച് ഭൂമിയെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി
നമ്മൾ വിഷു ആഘോഷിക്കുന്നു എന്നാണ് ഒരു കഥ. മറ്റൊന്ന്, രാവണന്റെ പരാക്രമിയായ രാവണൻ തന്റെ കൊട്ടാരത്തിൽ പോലും സൂര്യന്റെ കിരണങ്ങൾ വരുന്നതിനെ തടഞ്ഞു. അഹങ്കാരിയായ രാവണൻ പലപ്പോഴും സൂര്യന്റെ ഉദയത്തെപ്പോലും തടസ്സം ചെയ്യുന്ന രീതിയിൽ, സൂര്യന് അദ്ദേഹത്തിന്റെ ഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. രാവണൻ എന്നെ ശ്രീരാമചന്ദ്രൻ നിഗ്രഹിച്ചതിന് ശേഷം അതിന്റെ സന്തോഷസൂചകമായി സൂര്യൻ കൃത്യമായി ഉദിച്ചുയർന്നു എന്നൊരു കഥയാണ് ഉള്ളത്. ഇത് എന്തുതന്നെയായാലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതിന്റെ ഒരു ബഹിർസ്ഫുരണം നമുക്ക് കാണാവുന്നതാണ്. കാരണം ഒരു കണി ഒരുക്കുന്നത്, കാഴ്ച വസ്തുക്കൾ വയ്ക്കുന്നത് ക്ഷേത്രങ്ങളിലെ പൂജകളിലൊക്കെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് മുമ്പിലുമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ദേവൻ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. സാക്ഷാൽ കൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കുന്ന സമയത്ത് നമ്മൾ ചില ഗ്രന്ഥങ്ങൾ കൂടി അവിടെ കാണിക്കയായിട്ട് വയ്ക്കുന്നുണ്ട്. കണിക്ക് വയ്ക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമായണം ആണ്. അപ്പോൾ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിച്ച ആ കഥയുടെ രീതിയിൽ അതിന് സന്തോഷസൂചകമായി വിഷു ആഘോഷിക്കുന്നു എന്നൊരു കാര്യമുണ്ട്. കണി കഴിഞ്ഞതിന് ശേഷം, കാണിക്കയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ കണി വച്ചിരിക്കുന്ന ഗ്രന്ഥം രാമായണം എടുത്തിട്ട് അതിലെ ഏതെങ്കിലും ഒരു പേജ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫലസൂചന അതിൽ നിന്നും ഉണ്ടാകും എന്നാണ് പലരുടെയും സങ്കല്പം. അത് ഏറെക്കുറെ ശരിയുമാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെയും ശ്രീകൃഷ്ണന്റെയും കഥയുമായി ബന്ധപ്പെട്ട് നരകാസുരന്റെയും രാവണന്റെയും നിഗ്രഹവുമായി ബന്ധപ്പെട്ടും ഈ വിഷുവിന്റെ കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകൾ എന്തു തന്നെയായാലും ഐശ്വര്യസമൃദ്ധമായ ഈ നല്ല നാളേക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഒത്തുകൂടൽ, ഒരുമയുടെ ഒരു സന്ദേശമായിട്ടുള്ള ഈ വിഷുവിനെ നമുക്ക് ഐശ്വര്യത്തോടുകൂടി വരവേൽക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പുണ്യദിനം കൂടിയാണിന്ന്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് കറുത്ത പക്ഷത്തിലെ ത്രയോദശിയാണ്, പ്രദോഷമാണ്. സർവ്വ ദേവീദേവന്മാരെയും സാന്നിധ്യമുണ്ടാകുന്ന ദിനം. ഈ പ്രദോഷ പുണ്യവും കൂടി പ്രിയപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.